അപ്പോൾ പെസക അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് വാഴയില വെട്ടണം. ഇവിടെ നിൽക്കുന്ന വാഴയിൽ നിന്ന് 2 ഇല നമ്മൾ വെട്ടുക. ഒരെണ്ണം വേണം. ഇപ്പോൾ 2 ഇല നമ്മൾ വെട്ടിയിട്ടുണ്ട്. പാളയംകോട്ടൻ്റെ ഇലയാണ് വെട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കൊണ്ട് വെയിലത്തിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇല വാട്ടാനായിട്ട് വാർക്കപ്പൊക്കെ തോണ്ടിട്ടിരിക്കുകയാണ്. നല്ല വെയിലായിട്ട് പെട്ടെന്ന് വാടി കിട്ടും. അപ്പം നമ്മുടെ ഇല വാടി ഉണ്ടോ, എന്നാ വെയിലാന്ന് നോക്കി, ഇത്ര നേരമായിട്ടുള്ളൂ. ഇല വാടി നല്ല പരുവത്തിലായി. അപ്പം ഉണ്ടാക്കട്ടെ അപ്പം? അത് വാഴയില 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 നമുക്ക് പെസകായ്ക്ക് അപ്പം ഉണ്ടാക്കണ്ടേ? അപ്പം ഉണ്ടാക്കണ്ടേ? പെസകായില്ലേ ഇന്ന് പെസക വ്യാഴാഴ്ചയാ. അപ്പം ഉണ്ടാക്കണ്ടേ? തീർന്നോ? ഇന്ന് പെസക വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടിയാ. അപ്പം മുറിക്കണ്ടേ? അപ്പം മുറിക്കണ്ടേ? ഇല്ല അപ്പം ഇന്നാ മുറിക്കുന്നത്. എന്നാ അപ്പം മുറിക്കാൻ പോണേ, അപ്പം ഉണ്ടാക്കാനായിട്ടാ. അപ്പൊ വാഴയില കീറല്ലേ? അപ്പം ഇടിക്കാൻ മാത്രമുള്ളത്. നമ്മൾ പ്ലേറ്റിൽ വെച്ച് കുരിശപ്പ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. ബാക്കി അതിനകത്ത് കാലാകീറി ഇലയെടുത്ത് കഴുകി സെറ്റാക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ പെസകാപ്പം ഉണ്ടാക്കുന്നത് അല്ലേ, ജീരകമാണ്. നമ്മളിവിടെ പെസകാപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ജീരകം അതൊന്ന് നന്നായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ജീരകം അരച്ചത് ഇച്ചിരി നമുക്ക് പാലിന് ഇച്ചിരി പാലുണ്ടാക്കുമ്പോൾ അതിന് ചേർക്കാനായിട്ട് ഇച്ചിരി മാറ്റി വെച്ചേക്കാം. പാലുണ്ടാക്കാനല്ലേ? പിന്നെ അരയ്ക്കാൻ പോകണ്ടല്ലോ അതിന്റെ പുറകെ. പാലെന്ന് ഉദ്ദേശിക്കുന്ന പെസകാപ്പത്തിന്റെ കൂടെയുള്ള പാല്, യേശുവിന്റെ രക്തമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ. ക്രിസ്ത്യൻസ് എല്ലാവർക്ക് എല്ലാം അറിയാം. അന്ത്യത്താഴത്തിന്റെ ഓർമ്മ ആചരിക്കുന്നതാണ് എല്ലാ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ. പെസക അപ്പം ഉണ്ടാക്കി പാലും ഉണ്ടാക്കി നമ്മളത് അന്നത്തെ ഓർമ്മ ആചരിക്കുകയാണ്. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ ലാസ്റ്റ് സപ്പറിന്റെ ഓർമ്മയാണ്. ശിഷ്യന്മാരും അതല്ല, കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളിയും കൂടെ, ഇത്ര കണക്കൊന്നുമില്ല, എൻ്റെ ഒരു പാകത്തിന് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഉള്ളി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് പേസ്റ്റാക്കിയത്. അപ്പോൾ ജീരകം ചതച്ചതും ചുമന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അരച്ചതും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നു. ഇതിനാ മറ്റേ ഉഴുന്നാണ്. ഉഴുന്നും വേണം, 1 ഗ്ലാസ് ഉഴുന്ന് ഞാൻ കുതിർത്തിയതാണ്. അതും നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്നും അരച്ച് ഈ തേങ്ങയാണ്, 2 തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ. 2 തേങ്ങ ചിരണ്ടിയത് ഒന്ന് ഒതുക്കിയെടുക്കണം, അരച്ചെടുക്കണം. ഒന്ന് നമ്മൾ കപ്പയ്ക്കൊക്കെ പുഴുക്കുണ്ടാക്കാൻ നേരത്തെ ഒന്ന് ഒതുക്കിയെടുക്കുക, അതുപോലെ ഒതുക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്കി തേങ്ങയും കൂടെ അങ്ങനെ ഒതുക്കിയെടുക്കണം.
തേങ്ങായും ഒതുക്കി എടുത്തിട്ടുണ്ട്. കുരിശപ്പം ഉണ്ടാക്കുന്നതിന് കുരിശോല വേണം. ഞാനൊക്കെ കിട്ടിയ കുരുത്തോലയാണ്. ഈ കുരുത്തോലയാണ് കുരിശിട്ടപ്പം അല്ലേ? കുരിശിട്ട അപ്പത്തിന് നമ്മൾ കുരിശായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കുരിശാകൃതിയിൽ വെക്കണം അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ. നമുക്ക് നേർച്ചക്കകത്ത് നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് നമുക്ക് ഇത് വെച്ചിരിക്കുന്നതിന് മുമ്പായിട്ട് കുരിശാകൃതിയിൽ എൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ലാസ്റ്റ് ഫില്ല് ചെയ്തതിൻ്റെ കാണിച്ചതിനകത്തുണ്ടത്. അതുപോലെ ഇത് അപ്പത്തിന് പോലെ അതാണ് നമ്മൾ യേശു മുറിക്കുന്നതിനായിട്ട് സൂചകമായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുരിശ് ഇട്ടപ്പം അങ്ങനെ കാണിക്കുന്നത്. പണ്ടൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരുടെയും വീട്ടിലൊക്കെ നെൽകൃഷി ഇല്ലായിരുന്നോ? ഇവിടെ ഇല്ലായിരുന്നോ? അപ്പോഴൊക്കെ ഈ പുതുനെല്ല് കുത്തി എടുത്തിട്ട് അരികൊണ്ടാണ് സാധാരണ ഈ അപ്പം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പാണ് ഇത് നെൽകൃഷിയൊക്കെ കുറഞ്ഞതുകൊണ്ട് എല്ലാവരും പച്ചരി ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ വർഷം കുറച്ച് ഈ മുന്നെല്ലിന്റെ അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ തവണ ഉണ്ടാക്കുന്നത്. നമ്മൾ എഡോസിന്റെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയൊന്നുമില്ല, ഞാനങ്ങ് കുറച്ച് അരിപ്പൊടി എൻ്റെ ഒരു കണക്കിന് അങ്ങോട്ട് ഇടുവാണേ. കുത്തിരിപ്പൊടിയാ കേട്ടോ, കുത്തിരിപ്പൊടി. കുത്തിരിപ്പൊടി പൊന്നെല്ലിന്റെ എങ്ങനെയാ പറയുന്നത്, അതായത് പുഴുങ്ങാത്ത നെല്ല്. ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടെ ഇടുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. തേങ്ങായും ജീരക അരച്ചതും ഉഴുന്ന് അരച്ചതും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുവാണ്. എലിക്കുട്ടിയെ, നമുക്ക് പെസകായ്ക്കില്ലേ, പെസകായുടെ അപ്പം ഉണ്ടാക്കുവാട്ടോ. പണ്ട് ഞാനേ എല്ലാം അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു, അടുപ്പിച്ചു കൊടുക്കാറ്. എല്ലാം അരച്ചും തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരച്ചു പെറുക്കി ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അമ്മേനെ വിളിക്കുമായിരുന്നു. ആ പെസക വ്യാഴാഴ്ച ഇന്ന് നമ്മൾ അപ്പം ഉണ്ടാക്കുക. അതേ കണ്ടോ, അപ്പത്തിന് കുഴയ്ക്കുക. ആ അമ്മ മറന്നുപോയോ? മറന്നുപോയോ? പിന്നെ സമയമൊക്കെ അത് നമ്മൾ ചെയ്യാത്തോണ്ട് മറന്നുപോകും. ചെയ്യാത്തോണ്ട് മറന്നു. ഇപ്പൊ 6 വർഷമായി അമ്മ ഇതൊന്നും സഹകരിക്കുന്നില്ല. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ അമ്മേനെ ഒന്നിനും കൂട്ടുന്നില്ല. വർഷങ്ങളായ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം കുഴച്ചു കൊടുത്താൽ മതി. എല്ലാം അടുപ്പിച്ചു കൊടുത്ത അമ്മ കുഴച്ച് കുരിശിട്ട് അപ്പം അമ്മ ഉണ്ടാക്കും. അത് വെച്ച് തരും. എന്നിട്ട് ബാക്കി എന്നോട് ഉണ്ടാക്കിക്കോളാൻ പറയും. ബാക്കി ഞാനാ ചെയ്യുന്നത്. അമ്മ അങ്ങനെ അടുക്കള കയറുന്ന ഒരു പരിപാടി ഞാൻ വന്നപ്പോ ഞാൻ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ല, ആകെപ്പാടെ കയറുന്ന അപ്പോട്ടാക്കാനല്ലേ? ഈ കുരിശിട്ട് അപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് കയറുവാണ്. പറഞ്ഞായിരുന്നല്ലോ. പള്ളി പോണെന്ന് പറഞ്ഞ് മുണ്ട കൊടുത്ത് ചട്ടക്കിടാൻ പോയത് മറന്നുപോയോ? ആരും ഇല്ലല്ലോ പുറത്തൊന്നും. പുറത്തോ ഇന്ന് എല്ലാരും അപ്പം ഉണ്ടാക്കുന്ന തിരക്കില്ലല്ലേ? അപ്പവും പാലും ഉണ്ടാക്കുന്ന തിരക്കില്ല. പാലുവേ അപ്പം മുഴുങ്ങണ്ടേ? അപ്പം മുഴുങ്ങുന്നത് ആണുങ്ങളല്ലല്ലോ, പെണ്ണുങ്ങളല്ലേ അല്ലേ? ആണുങ്ങളൊക്കെ ചില ആണുങ്ങളൊക്കെ സഹായിക്കും. തേങ്ങയൊക്കെ ചിരണ്ടി കൊടുക്കും, ഉള്ളിയുടെ തൊലിയൊക്കെ പൊളിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ആണുങ്ങൾ, പണ്ടത്തെ ആണുങ്ങളൊന്നും ചെയ്യത്തില്ല. ആണുങ്ങൾക്ക് പണിയൊക്കെ ഉണ്ട് അവർ ചെയ്യാനാണെങ്കിൽ. ചെയ്തു തരാൻ പെട്ടെന്ന് ചെയ്യാൻ തീരുകയും ചെയ്യും. പണ്ട് ചാച്ചനാണ് പാല് കാച്ചിക്കൊണ്ട്. പിന്നെ ആണുങ്ങളാ എല്ലാ വീട്ടിലും പാല് കാച്ചിക്കൊണ്ടിരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. വീട്ടിൽ ചാച്ചനാ പാല് കാച്ചിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ രോമൻ എങ്ങനെ കാച്ചിട്ട് ഞാൻ അവനെ കൂടെ ചെയ്യിപ്പിക്കും. ആണുങ്ങളാ ചെയ്യണ്ടേന്ന് പറഞ്ഞു. ചാച്ചനാണ് തേങ്ങ ചിരണ്ടി പാല് കാച്ചിക്കൊണ്ടിരുന്നത്. പാലടയ്ക്കാൻ സമയമായില്ല. ഭയങ്കര ചൂടല്ലേ, ഭയങ്കര പോയില്ല. ഭയങ്കര വെയില. വെള്ളം വേണോ? ഇനി പരത്തി വെക്കുമ്പോ ഇതാ പാകം. ഉപ്പ് നോക്കിക്കേ. ഉപ്പ് നോക്ക്. ഞാൻ നോക്കി, എനിക്ക് പാകമായിട്ടാ തോന്നുന്നു. 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലും ഇലയിലുമായിട്ട് അപ്പം ഉണ്ടാക്കും. പുളിക്കാത്ത അപ്പമാണ് നമ്മൾ ഇതിന് പെസകാപ്പമായിട്ട് ഉപയോഗിക്കുന്നത്. പെസകാപ്പം പുളിക്കാൻ പാടില്ലല്ലോ. എവിടെ പോവാ? എവിടെ പോവാന്ന്? ഇങ്ങോട്ട് പോവാന്ന്? ആരാ അവിടെ? അത് ആരാ? ആരാ? ഏത് മനുഷ്യനാ?
ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെയോ? ഞങ്ങളുടെ വീട്ടിലെയോ? ഞങ്ങളുടെ ഏത് വീട്ടിലെ? അപ്പം പോയി നോക്കിയാ അപ്പം മുഴുങ്ങാണോ? അലക്കലിൻ്റെ എവിടെയാണോ അപ്പം മുഴുകണേ? അലക്കലിൻ്റെ എവിടെയാണോ അപ്പം മുഴുകണേ? വേണ്ടേ ചോദിക്ക് സാബുമോൻ അപ്പം മുഴുകിയെന്ന് ചോദിക്ക്. അത് ചോദിച്ചേ എങ്ങനെയാന്ന് പറഞ്ഞേ? ഞങ്ങളുടെ വീട്ടിലെയാന്ന് പറഞ്ഞു. ആ അപ്പം മുഴുകുന്നില്ലെന്ന് ചോദിക്ക്. ചോദിക്ക് അപ്പം മുഴുകുന്നില്ലെന്ന് അമ്മ ചോദിക്കും. പറഞ്ഞ അപ്പം മുഴുങ്ങാന്ന്. എന്ന് ചോദിക്കാനാണ്. ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി, അങ്ങ് പോണമെന്നില്ല. പറഞ്ഞാൽ ശരിയായി, അതിനെ? ചോദിച്ചാൽ ശരിയായി. അമ്മ വേണോ ചെല്ലുന്നു കുഴയ്ക്കാൻ വന്നോന്ന് ചോദിക്ക്. കേക്കല്ല ഇവിടെ വിളിച്ച് ചോദിച്ചാൽ കേൾക്കോന്നേ. പിന്നെ എന്നാലും ഓർക്കല്ലേ ഒരാൾ ജനം തുറന്നു വിട്ടെ. ജനൽ ഞാനാ തുറന്നിട്ട് എനിക്കിവിടെ നിൽക്കുമ്പോ പോച്ചില്ലാന്നേ, ഭയങ്കര ചൂടല്ലേ. അത് അവിടെ നിന്ന് ചോദിക്ക്. അതിട്ട കണ്ട അപ്പം പുഴുങ്ങാറായോന്ന് ചോദിച്ചേ. ചോദിക്ക്. ഞാൻ മന്നോന്ന് ചോദിക്കും, ഞാൻ മന്നോന്ന് ചോദിക്കും അപ്പം പുഴുങ്ങാൻ. അല്ലാതെ പറ്റുമോ? ഇവിടെ നിന്ന് ചോദിച്ചാൽ മതിന്നേ. അമ്പം ഒന്നുമില്ലാതെ ഇങ്ങനെ പോണേ. അതും ബന്ധമൊക്കെ ആയിട്ട് പോയാ മതി. ഞാൻ അങ്ങ് പോകണ്ടെന്നേ. അമ്മ ഇവിടെ നിന്ന് ചോദിച്ചാൽ പോരെ? ഇവിടെ ചോദിച്ചാൽ മതി, അവനോട് നിൽപ്പുണ്ടല്ലോ. അവനോട് നിൽപ്പുണ്ടെന്നേ, അവനോട് ചോദിച്ചാൽ മതി അപ്പം പുഴുങ്ങാൻ തുടങ്ങിയോന്ന്. ഞാൻ മന്നേ മാനേന്ന് ചോദിക്കും. അതെ. പുറത്താ? അവനോട് അവിടെ നിൽപ്പുണ്ട്. അത് മാങ്ങയൊക്കെ കഴുകുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങ് പോണ്ട, ഇവിടെ നിന്നാ മതി. പോണ്ടേ, അങ്ങ് പോണ്ട, ഇവിടെ നിന്നാ മതി. ആ പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണം. നമുക്കിവിടെ മുഴുകണ്ട, അപ്പം മുഴുകണ്ടേ? അവിടെ ചോദിച്ചാൽ മതി. ഇവിടെ വരെ ആയിരുന്നു അപ്പം മുഴുക്കലൊക്കെ. ചിരിക്കുന്നുണ്ടോ? കാര്യമൊന്നും അറിയത്തില്ലേ? അമ്മ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടായിരിക്കും. എന്നാ കാര്യം വിശേഷമൊക്കെ? ഇന്നാണോ? ശരി. ഇപ്പൊ ഇന്നലെ പുഴുങ്ങിയില്ല അതിനല്ലേ? ഇല്ല ഇല്ല, നമ്മുടെ ദിവസം. എന്നാ അപ്പം പുഴുകണ ദിവസം? ഒരു ദിവസം. എന്നാ അപ്പം പുഴുകണ? അത് പുഴുകണം. അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് നടക്കാവോ? അസുഖം വന്നേ പിന്നെ കുറഞ്ഞോ? അസുഖം വന്ന പിന്നെ കുറഞ്ഞോ? അസുഖങ്ങളൊക്കെ കുറഞ്ഞോ നാൾ വന്നിട്ട്? ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാവോ? പുറത്തോട്ട് പോകാവോ? നടക്കാവോ? എല്ലാം കുറവായോ? ഇപ്പം മരുന്നുണ്ടോ? കുറിച്ചില്ലല്ലോ. പകലോ രാത്രിയിലോ? രാത്രിക്കല്ലേ അല്ലേ, വൈകുന്നേരം അല്ലേ മുറിക്കുന്നേ? നരത്തനെല്ലാം പാകമാകുള്ളൂ. കണ്ണറിയത്തില്ല, മനെ പോവുക. പകൽ നേരം വെച്ചിട്ടില്ല, അപ്പം കണ്ണ് അറിഞ്ഞു പോവുക. കണ്ണ് അറിയത്തില്ല, ഒന്നും ഓരോ ഓർമ്മയില്ല. അവര് പോകട്ടെ, പോയി അപ്പം ഉണ്ടാക്കട്ടെ. പുറത്തോട്ടങ്ങും പോകാനും മേല. എങ്ങും പോകാതിരിക്കാതെ ഇവിടെ വന്നാൽ മാൻ്റെ അടുക്കൽ പോലും വരാത്ത, നടക്കാൻ മേലാത്തോണ്ട് ഇത് എന്നതാ? അതെ, അവൻ അങ്ങനെ പറഞ്ഞ. ഇവിടെ ആരാ? ചാച്ചനുണ്ടോ? അമ്മയും ചാച്ചനുണ്ടോ? അമ്മയും ചാച്ചനുണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് അമ്മയല്ലേ നിൽക്കുന്നേ? ചാച്ചനില്ലേ? മേലാഞ്ഞിട്ടാണോ? ആ, അതാ പറഞ്ഞു, ചാച്ചൻ മരിച്ചു പോയി. അപ്പം അമ്മയല്ലേ ഉള്ളൂ. മറ്റു വിശേഷമൊന്നും ഇല്ലല്ലേ? നമ്മൾ അപ്പം ചുടലിൻ്റെ ഭാഗമായിട്ട് അപ്പച്ചെമ്പ് വെച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി ഇവിടെ അതൊന്നും കൂടെ കുഴച്ച് സെറ്റാക്കുവാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. കുരിശിട്ട് അപ്പം ഉണ്ടാക്കണേ. ഇത്തിരി വലിപ്പത്തിൽ കട്ടിയിൽ വേണ്ട, കട്ടി കുറച്ചുണ്ടാക്കിയാൽ മതി. 3 വീടുകളുണ്ട്. ചിറ്റപ്പൻ്റെ വീട്, കുഞ്ഞാച്ചൻ്റെ വീട്, സാബുവിൻ്റെ വീട്. 3 വീട്ടിലും കൂടെ മുറിച്ച് വരുമ്പോഴത്തേനും വയറിന്നറിയും. ഇവിടെ വരുമ്പോ ആർക്കും വേണ്ടാതാവും. ഇവിടെയാണ് അവസാനം. ഈ തവണ ആദ്യം ഇവിടെ നടത്താം.
എന്ത് പറയുന്നു? അല്ല, അത് അവിടെ നിന്ന് മുറിച്ച് വരാം. ലാസ്റ്റ് നടത്തി 3 വീട്ടിലും കൂടെ മുറിച്ച് വരുമ്പോഴത്തേനും വീട്ടിലെ കാരണവന്മാരാണ് മുറിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുതിർന്ന കാരണം ഒരാളുണ്ടോ? കുരിശ് വെക്കുവാണേ. ഇപ്പത്തിരി കുരിശാകൃതി കുരുത്തോല വെച്ച് കൊടുക്കുന്നു. ഈ അപ്പം നമ്മൾ മുറിക്കുന്നത് വൈകിട്ട് കുരിശിട്ടപ്പം. പുളിക്കാത്ത മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ആണത്. നമ്മൾ ചെമ്പിലോട്ട് മാറ്റി വേണം. വെള്ളം തിളച്ചിട്ട് ബാക്കി വീട്ടിലെ തലമുതിർന്ന കാരണവന്മാർ, അത് ചിറ്റപ്പന്മാർ, ചേട്ടനിയന്മാർ, എല്ലാ വീട് വഴി ഏറ്റവും മുതിർന്ന കാരണവരാരാണോ അവരാണ് സാധാരണ പോയി അപ്പം മുറിക്കുന്നത് എല്ലാ വീട് വഴി. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഉള്ള തലമുതിർന്ന ആളുള്ളത് സാബുവാണ്. ബാക്കി എല്ലാവരും അവൻ്റെ ജൂനിയേഴ്സാണ്. അപ്പം പുള്ളിക്കാണ് അപ്പം മുറിയുടെ ചുമതല. ഇപ്പം 3 വീടേ ഇവിടെ ഉള്ളൂ ഞങ്ങളുടെ ഇതിൽ, ചിറ്റപ്പന് ഞങ്ങളുമായിട്ട്. ബാക്കി അപ്പൊക്കെ നമ്മളിങ്ങനെ ഇലയിൽ ഉണ്ടാക്കിയെടുക്കുവാണേ. ഈ അപ്പം നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പിള്ളേരൊക്കെ തിന്നാൻ തുടങ്ങും. അവർക്ക് കൊതിയ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കുന്നുള്ളൂ. എല്ലാ വീട് വഴിയും തന്നെ പണ്ടൊക്കെ അപ്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് റൊട്ടി ഇങ്ങനെ കുരിശിട്ട് റൊട്ടി വരുന്നുണ്ട്. അത് മേടിച്ച് ചെയ്യുന്നവരുണ്ട്, ഉണ്ടാക്കാൻ സാധിക്കാത്തവരൊക്കെ. അതെ, പ്രായമായിട്ടുള്ളവരൊക്കെ ഇല്ലേ. അതുപോലെ പിന്നെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോലെ അപ്പൻ, അമ്മ, സഹോദരങ്ങള്, അങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുള്ള വീട് വഴി ഇങ്ങനെ അപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ. ഉണ്ടാക്കാറില്ല. നമ്മളപ്പോൾ ആരെങ്കിലും ബന്ധുക്കാരോ അയൽവക്കംകാരൊക്കെ അവർക്ക് അപ്പം കൊടുക്കും. അവര് റൊട്ടി വാങ്ങിക്കുക ചെയ്യുന്നത്. അപ്പോൾ അപ്പച്ചമ്പിനകത്ത് ആവി പൊങ്ങാൻ തുടങ്ങി. നമ്മൾ അപ്പം വെച്ച് അടയ്ക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കി ഇലയുടെ അപ്പം വെക്കാനാണ്. ഇലയിലുണ്ടാക്കിയ അപ്പം 2 എണ്ണം വെക്കും. ഇപ്പൊ ഇതിനകത്ത് ഇച്ചിരി ഇത്രയുണ്ട്. ബാക്കി കുഴച്ച മാവ് ഇത്രയുണ്ട്. അതിട്ട് ഇച്ചിരി ശർക്കര ഇടുവാണേ. അമ്മയ്ക്കും ജോമോനും മധുരമുള്ള അപ്പം വേണം. ഈ വീട്ടിൽ വന്ന പിന്നെയാണ് ഞാൻ ഇങ്ങനെ മധുരമുള്ള അപ്പം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ആ മധുരമുള്ള അപ്പം വേണം. ശർക്കര ഉണ്ട്. ത്തെ കല്ലോ അങ്ങനെ ഒരു ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം കേട്ടോ. ഞാനൊന്ന് നോക്കിയതാണ്, അരിച്ച് ഉരുക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കല്ലും കട്ടയും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നേരെ ഇങ്ങനെ ഇടുന്നത്. അപ്പം അങ്ങനെ ആവി കയറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മറ്റു ചെറിയ അപ്പച്ചമ്പിനകത്തും വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട്. ആവി നന്നായിട്ട് കുരിശപ്പം ഇതിനടിയിലാണ് ഇരിക്കുന്നത്. അത് കുത്തിയെടുക്കുക, അല്ലെ അപ്പോൾ കൈ കൊള്ളും. നമ്മുടെ കുരിശപ്പം റെഡിയായിട്ടുണ്ട്. പാല് ഇനി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുള്ളൂ. വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട്. എലിക്കുഞ്ഞ് കുളിച്ച് കുട്ടപ്പയായിട്ട് കിടന്ന് കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊന്ത ചെല്ലുവാണോ? കൊന്ത ചെല്ലുവാണോന്ന്? കൊന്ത ആണോ? കൊന്ത ചെല്ലുവാണോന്ന്? കൊന്ത ചെല്ലുവാണോന്ന്? കൊന്ത അപ്പോൾ ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഇന്ന് പെസഹാഴ്ചയല്ലേ, കൊന്ത ചെല്ലിക്കോ. ഇത് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്ത പാലാണ്. നമ്മളെ പാല് ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയുള്ള പാലിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഞായറാഴ്ച കിട്ടിയ കുരുത്തോല കുറച്ച് മുറിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം ചതച്ചത് ഇതിനകത്തിടുന്നുണ്ട്. പിന്നെ
കുറച്ച് അരിപ്പൊടി, ഒരു 2 സ്പൂൺ അരിപ്പൊടിയുണ്ട്. അതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, പാലിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് ചേർക്കും. ആവശ്യത്തിന് മധുരം എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും ശർക്കര നമ്മൾ ചേർക്കുക. ഈ ശർക്കരക്കകത്ത് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അരിച്ചൊന്നും ഒഴിക്കാത്തത്. നേരെ ഇട്ടാൽ മതി. ഇനി ഇത് നമ്മൾ ഇളക്കി കാച്ചി എടുക്കണം. ഇത് സാധാരണ ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ, വീട്ടിലെ മുതിർന്ന ആണുങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങ് ആണുങ്ങളൊന്നും ചെയ്യാറില്ല, ഞാൻ തന്നെ ചെയ്യുവാണ്. അവർക്കുള്ള ജോലിയാണിത്. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവേ പാല്. അപ്പോൾ ആണുങ്ങളുടെ പരിപാടിയാണ് പാലിൻ്റെ പരിപാടി എന്നാണ് പറഞ്ഞത്. ആണുങ്ങളുടെ അവിടെ നേരത്തെ ചാച്ചനുണ്ടായിരുന്ന സമയത്ത് ചാച്ചനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. മിക്ക വീട് വഴി ആണുങ്ങളാണ്. ഇപ്പം വീട് വഴിയൊന്നും ആൾക്കാരില്ലല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രക്തവും എൻ്റെ മാംസവും രക്തവും പാനം ചെയ്യാനാണ് യേശു പറഞ്ഞ് ലാസ്റ്റ് സപ്പറിന് ശിഷ്യന്മാർക്ക് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഓർമ്മാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്പം പുഴിയിരിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിനുമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടും ഈ തേങ്ങാപ്പാൽ ശർക്കര ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഇത് രക്തമായിട്ട് ആണ് കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഇത്. ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്കും വേണ്ടി മാത്രം പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ നിരന്തരം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇത് കുറുകി സെറ്റാവുന്നോടം വരെ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, പൂവായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വീട് വഴിയൊന്നും അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് 1-2 പേരും പിന്നെ ചുറ്റപ്പന്മാർ ചേട്ടനിയന്മാരൊക്കെ ഉള്ളിടത്ത് വീട് വഴിയൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ 3 വീടല്ലേ ഉള്ളൂ. 3 വീട്ടിൽ മുറിക്കുന്നതുകൊണ്ട് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ശകലിച്ചേ ആവശ്യമുള്ളൂ. 5-6 ഒക്കെ വീടുകളുള്ളവർ ഉണ്ട് കേട്ടോ, ചേട്ടനിയന്മാർ. നമ്മുടെ പാല് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതാണ് അവസാനം ചേർത്ത് കൊടുക്കും. നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യുക. കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി പോകും. ഞാനും യുവാനും കൂടെയാണ് അപ്പം മുറിക്ക് പോകുന്നത്. ആദ്യം കുഞ്ഞാച്ചനെ നമ്മുടെ കുട്ടായുടെ വീട്ടിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവരിവിടെ ബാക്കി പ്രാർത്ഥനയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വിവിനെയും രോമുളും അമ്മ ഇവിടെയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതെ, അമ്മേനെ കൊണ്ട് വൈകിട്ട് യാത്ര പാടായതുകൊണ്ടാണ് പോകാത്തത്. ഒത്തിരി പിടിച്ചു കയറ്റിയൊക്കെ കൊണ്ടു നടക്കേണ്ട ഇരുട്ടും കൂടെ ആകുമ്പോഴത്തേനും അമ്മയ്ക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരോട് പ്രാർത്ഥന ബാക്കി ഒക്കെ ചെല്ലാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അപ്പം പിടിക്കാൻ എല്ലാവരും നേരത്തെ റെഡി ആയിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ വരാൻ താമസിച്ചുകൊണ്ടാണ് പറയുന്നത്. വിവിനെ പോകുന്നില്ല. അവിടെ ചില പരിപാടികൾ ചെയ്യാനുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങ് വരുമ്പോൾ കാണാമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും പാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത് അപ്പം കേട്ടോ. ഇഷ്ടമൊക്കെ ഉടമ്പടിയായി. ഇഷ്ടമൊക്കെ ഉടമ്പടിയായത് ഇല്ലേ? ആയില്ലേ? ഈസ്റ്ററൊന്നും ആയില്ലേ? ഈസ്റ്ററൊക്കെ ഉടമ്പടിയായത്. മറ്റവനെന്തി? ഇപ്പോൾ എണ്ണം കൂടിയോ? ഇത് കുഞ്ഞാച്ചൻ്റെ വീട്. നിങ്ങൾ പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞാച്ചൻ്റെ വീട്ടിൽ പോയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് എൻ്റെ ഞങ്ങളുടെ ചാച്ചൻ്റെ ഇളയനി 2 ആണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും ഇളയ ആളാണ് കുഞ്ഞാച്ചൻ നിങ്ങൾ വിളിക്കുന്ന കുഞ്ഞുമൻ, കുര്യൻ എന്ന് പറയും. ഉപേക്ഷിലിനെയും കുര്യൻ എന്നാണ്. ഇപ്പോൾ അവിടുത്തെ അപ്പം മുറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ അവിടെ പോയാണ് സാധാരണ മുറിക്കാറുള്ളത്. അത് കഴിഞ്ഞാണ് തറവാട്ടിൽ ഏറ്റവും ലാസ്റ്റാണ് ഒന്ന് മുറിക്കാറുള്ളത്.
മൂപ്പ് ചായ അനുസരിച്ചാണ് ഓരോരുത്തർക്കും നൽകുന്നത്. അതനുസരിച്ച് എല്ലാവർക്കും അത് വീതം വയ്ക്കും. എനിക്കാണ് എടുത്തത്. നിലവിൽ അപ്പം മുറിക്കുമ്പോഴത്തേനും ഹാജരായിരിക്കുന്നവർ അവരുടെ മൂപ്പ് ചായ അനുസരിച്ചാണ് നൽകുന്നത്. അവരെടുക്കുക. വേറെ ഷേപ്പായി പോയി. ആര്? ആണോ? കുഞ്ഞാച്ചൻ്റെ അപ്പം മൃഗത്തിയായിരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ജോമോളിച്ച് പറഞ്ഞു എല്ലായിടത്തും കഴിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കഴിക്കുള്ളൂ, ഇനി തൊട്ട് അവിടെ ആദ്യം കഴിക്കണം. അല്ലല്ല, അതൊക്കെ റെഡിയാക്കിട്ടോ. റെഡിയായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൗചാച്ചന് അങ്ങോട്ട് പോവാം. അടുത്ത സ്ഥലം സൗചാച്ചന് അല്ലേ? റെഡി? അതാരാ? നമ്മുടെ ആളോ? അമ്മയുടെ ആളാണോ? പിന്നെ ആരാ? എല്ലാവരും ഉണ്ട്, മനുഷ്യർ എല്ലാവർക്കും ഉള്ളത് എല്ലാം. അങ്ങനെ പറഞ്ഞിട്ടില്ല, അമ്മയുടെ ആരെങ്കിലും ആണോന്ന് പറ. പ്രാർത്ഥന കഴിഞ്ഞോ? അപ്പം മുറിക്കാൻ പോണ്ടേ? സാബുവിൻ്റെ അങ്ങ് അപ്പം മുറിക്കാൻ പോകണം. സാബുവിൻ്റെ അങ്ങേ അപ്പം മുറിക്കാൻ പോകണം. അമ്മ ബാ, നമ്മളെല്ലാവരും കൂടെ പോവില്ലേ? സാബുവിൻ്റെ വീട്ടിലേ. ആ ആ അതിന് പോവാ. ബാ, അമ്മനെ കൂട്ടിക്കോടാ. ഞാൻ ടോർച്ച് എടുത്ത അപ്പുറം ഇടാ. അമ്മനെ കൂട്ടി അപ്പുറത്ത് വാ. ഇതിലങ്ങ് പോയാൽ പോരെ. ചെരുപ്പിട് ചെരുപ്പ് ചെരുപ്പിട്. ആ വീട് മുട്ടിക്കും. ചെരുപ്പിട്. സാബുമാന്റെ വീട്ടിൽ പോ. അമ്മയുടെ അനിയത്തി. എന്റെയോ? എന്റെ അനിയത്തിയാണോ? എന്നെക്കുട്ടി എന്നെക്കുട്ടി. അത് വേറെ വല്ലവരും ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പപ്പായും മമ്മയും വന്നത് വിള പറഞ്ഞേ. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ഇതാരാ ഇത്? കുട്ടായിയാ? കുട്ടായി കേട്ടോ. ഇന്ന് സ്വന്തം മാനെ മറന്നു. ഇന്ന് സ്വന്തം മാനെ മറന്നുപോയി, പ്രിയപുത്രനെ മറന്നുപോയി. നമുക്ക് അപ്പം മുറിച്ച് വെച്ചാലോ? ആ, നമുക്ക് ഇവിടുത്തെ അപ്പം മുറിക്കാം. എന്നാ പെസകയുടെ അപ്പം മുറിക്കുമല്ലേ? മുറിക്കുമല്ലേ?
പാല് വേണമെന്ന് ഇച്ചിരി എടുത്താൽ മതി. ഇച്ചിരി അപ്പം മുക്കി അപ്പം മുക്കി തിന്നെ. അപ്പം മുക്കി തിന്നാനേ. അപ്പം മുക്കിയാ കുഞ്ഞമ്മ അവിടെ ഇരിക്കും കുഞ്ഞമ്മ. എന്നാ പറ്റിയ മുഖത്തിന്റെ ഷേപ്പ് പോലും അറിയാം അത് പോലീസുകാരനായോണ്ടാ. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നോണ്ടാ അമ്മേ. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നോണ്ടാ. രാത്രി ഡ്യൂട്ടി ചെയ്യുന്നോണ്ടാ. ആണോ? ആ. അല്ലെങ്കിലും പോലീസുകാരല്ല, അവരുടെ ഷേപ്പിന് ഇച്ചിരി മാറ്റം വരും. അതെ, ഗൗരവം. വാ എടുത്ത എല്ലാരും പറഞ്ഞു. ഈ വർഷം അല്ലേ? അല്ലേ ആദ്യ കുർബാനയൊക്കെ ഈ കുഞ്ഞിനൊക്കെ ആദ്യ കുർബാന തീർന്നു. അതെ ഞായറോളത്തെ നിത്തോണ ഇവള് മാത്രമേ ഉള്ളോ എവിടെ അത് കുർബാനയ്ക്ക്? നമ്മുടെ സുരേഷിന്റെ കൊച്ചും കൂടെ ഉണ്ട്. അവൾ ആണോ? അവളുണ്ട്, കുഞ്ഞാവുണ്ട്. ഇവരുടെ ആഗസ്റ്റിലേ ഉള്ളൂ. 7 മൊത്തം 15 പിള്ളേരുള്ളതില് 6 പിള്ളേരെ പറ്റും ഇപ്പൊ നടത്തുള്ളൂ. കുറെ പിള്ളേരുടെ കുറച്ച് പേരുടെ പിന്നെ മധുരം ഇഷ്ടമാണ്. മധുരം തരാം ഉണ്ടല്ലോ. കുടിച്ചോ, അത് കുടിച്ചോ, മുഴുവൻ കുടിച്ചോ. കുടിക്കാൻ പോവാ. ഇനി വേണോ? ഇച്ചിരി വേണം. വേർച്ചയാണ്. ഈശോ, വീട്ടിലും കൂടെ അപ്പം മുറിക്കാനുണ്ട്. വീട്ടിലും കൂടെ അപ്പം മുറിക്കാനുണ്ട്. നമ്മുടെ വീട്ടിലേ അപ്പം മുറിക്കണം. ആ, തറവാട്ടില്. ആ, അടങ്ങിയിരിക്കാം. ചാടി ഓടി അങ്ങനെ എന്തെങ്കിലും കളിക്കുന്ന ആരംഭരി പൊക്കവാ. രണ്ടെണ്ണത്തിന് പൊക്കമുണ്ട്. ഞാനാ കുഞ്ഞായിരുന്നു. അല്ല, അവള് കുഞ്ഞുനാൾ വരെ ഇരിക്കുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. ആരാ? നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആരാ? വിപിനെ. ആ, അതെ അതെ. നടക്കുന്നതാ. ഞാൻ വഴി കിടന്നപ്പോ തന്നെ ഓടുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരിക്കുക. എന്തൊരു കിടപ്പായിരുന്നു. നമ്മള് പള്ളിയിൽ പെരുന്നാളാകുമ്പോ ആന്റിമേളും ചെണ്ടമേളൊക്കെ ഈ കൊച്ചിന്റെ വയറ് തകർത്തിറങ്ങി വരുമെന്നാ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. അതുപോലെയായിരുന്നു. അതുപോലെ അറ്റത്ത് കിടന്നിട്ടൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ആളുണ്ടോന്ന് അറിയത്തില്ല. ഓരോ പിള്ളേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. എത്ര നാളെ അപ്പം മുറിക്കണ സമയം അമ്മേന്തി അമ്മേനെ വണ്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആയോ? വീട്ടിൽ വന്നോ? ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ടില്ലേ? അന്തം വിട്ട് നോക്കുക കുഞ്ഞുമക്കള്. ആ, കുഞ്ഞുമക്കൾ അന്തം വിട്ട് നോക്കണം. ഒരു നല്ല കുഞ്ഞ് തീരെ കൊച്ചിലൊക്കെ കാണുന്നതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പഴാ. ആര് പറഞ്ഞേ? എല്ലാ വർഷവും കാണുന്നുണ്ട് അത്. അത്രയെല്ലാം പോകണം. നല്ല അപ്പം നോക്കിയാൽ അപ്പം മുറിക്കുമല്ലേ? 2-3 പേര് പോലെ അല്ലല്ലോ. ആൾക്കാർ കൂടുന്ന അനുസരിച്ചാണ് ഇല്ല. അപ്പം മുറിക്കാം. ആ, വലിച്ചാച്ചൻ അപ്പം മുറിക്കാനല്ലേ? ഇപ്പോഴത്തെ വലിച്ചാച്ചൻ ഇതാ. ഇപ്പോഴത്തെ വലിച്ചാച്ചൻ ഇതാ. ഇവിടുത്തെ വലിയ ചാച്ചനെ അപ്പം മേടിച്ചോ? നീ അങ്ങോട്ട്
ചെറുക്കന്മാരാരും പോകുന്നില്ല. വീട്ടിലെ ഏത് ചെറുക്കന്മാര് ഇതൊക്കെയല്ല നമ്മുടെ ഇതെല്ലാം ചെറുക്കന്മാരെ. ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടായി മാത്രമേ ഉള്ളൂ ഒരു പുരുഷനായിട്ട് അവിടെ. ഇവിടെ അമ്മ ചോദിക്കുവേ ഇവിടെയുള്ള കാണികളൊന്നും ഇവിടെ ഇല്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ആണുങ്ങളായിട്ട് എടുത്തോ. മുത്തിനോടെല്ലാവരും ചോദിക്കുകയും മുത്താണോ വീട്ടിലെ ഏറ്റവും മൂത്തയാളെന്ന്. അവൾക്ക് പൊക്കം ഉണ്ടായിക്കൊണ്ട് അല്ല പൊക്കമുള്ളതുകൊണ്ടേ, വെള്ളം വെച്ചാൽ മതി. അതാണ് നല്ലത്. പൊക്കമുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഇവിടുത്തെ പൊക്കം കിട്ടിയിരിക്കുന്നല്ലേ. ബാക്കിയുള്ളവർക്ക് ഒക്കെ കുറവാണ്. അതന്നെ പൊക്കം കുറവാ. അവൾക്കാണ് കറക്റ്റ്. അവൾക്കൊക്കെ പൊക്കം കറക്റ്റ് പറഞ്ഞത്. വിനായി ആ സമയ പ്രായത്തിൽ അങ്ങനെയായിരുന്നു. ഇല്ല, വിനായിക്കൊന്നും തടി ഉണ്ടായിരുന്നല്ലേ. എനിക്ക് തടി ഉണ്ടായിരുന്നു. ആൺപിള്ളേർക്ക് അവരുടെ ഇതിലെല്ലാം മതി. പക്ഷെ പെൺപിള്ളേർ മാത്രമാണ്. കാരണം നമുക്ക് ചില ഏരിയയിൽ വരുന്ന നമുക്ക് പൊക്കത്തിന്റെ ആവശ്യം ബാക്കി രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നോണ്ടേ അതെ പ്രശ്നം വരുന്നേ. അങ്ങനെ തോന്നുന്നത്. തോന്നുന്ന ഇവളെ നല്ലോണം ആക്ടിവിറ്റി ചെയ്യിച്ചിരുന്നു ഇളയെ കൊച്ചു. ഇപ്പഴേ റാണിയോടൊന്നും ഇരിക്കും. ഇവനെ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് വരെ അടുത്ത വരെ ആയതല്ലേ. അതാ കൊറോണ ഒന്നും കൊറോണ വന്നതുകൊണ്ടല്ല അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയേനെ. ഇവിടെ എവിടെയാ കരാട്ടെ പഠിക്കുന്നത്? ഇവിടെ ഇവര് രണ്ടുപേരും വിട്ടിരുന്നല്ലേ. പോകുന്നുണ്ട്. അല്ലെ കുറുപ്പന്തറ നമ്മുടെ മണ്ണാർപ്പാറപ്പള്ളിയുടെ അവിടെ. പിന്നെ എന്തോ ഇൻസ്ട്രുമെന്റ് പഠിക്കാനോ? ആ അതെല്ലാം അവിടെ തന്നെയായിരുന്നു. ഇല്ലില്ല ഇതെല്ലാം അവിടെ തന്നെയായിരുന്നു. ഇൻസ്ട്രുമെന്റും കീബോർഡ് ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. കീബോർഡ് ചില പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസും അത് നിന്ന് പോയി ഇടയ്ക്ക് വെച്ച്. ഇവനെ കരാട്ട പഠിപ്പിക്കാൻ തല്ലി പിടിച്ചാ. ഇവാൻ മാഷുമായിട്ട് അടി, ഇവിടുന്ന് ഞങ്ങളുമായിട്ട് അടി. അടി പോയ തന്നെ പൊക്കോളാമല്ലായിരുന്നു. പോയായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഇന്നലെ ഒരു പെങ്കൊച്ചുണ്ടായി. കേട്ടോ. ആദ്യമായിട്ട് പെങ്കൊച്ചാണ് കുറച്ചാള് കൂടുതലൂടെ നിൽക്കും. മൂരിയാണ് പെട്ടെന്ന് പിടിച്ചു പിടിക്കല്ലേ. ഈ ഫോട്ടോ പിടിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ പടം പിടിച്ചോണ്ടിരിക്കുക. നാളെ റിലീസ് ചെയ്യാനുള്ള നമ്മളാ ഹീറോയിൻ. മനസ്സിലാക്കാനാ ഇവിടെ ഉള്ള കാരണവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കാരണവർക്ക് ഇനി പോരാൻ പറ്റിയില്ല. അവിടുത്തെ വീട് ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണവന്മാരെല്ലാം വീട് വഴിയാക്കി. അവരവിടെ ഇരുന്ന് വേണ്ട രീതി ചെയ്തോളൂ. ആ അതെ നീ പുതിയൊരു കൊന്തകൾ കിട്ടിയെന്ന് അത് എടുത്തോണ്ട് വന്നേ. ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. 4-4 കഴുത്ത കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ കെട്ടുപണഞ്ഞ് കിടന്നേ. കഴുത്തെങ്ങാനും ഓർത്തിട്ട് അവിടെ കാരിഗ്രാമയുടെ കഴുത്തല്ലേ ഇന്നാളെ ഒരു കൊന്ത കിടപ്പുണ്ടായിരുന്നേ. ഞാൻ നല്ല കൊന്തയാണെന്ന് ഇപ്പൊ അന്നാ നീ എടുത്തോളാൻ പറഞ്ഞു. ഊരി തരും. ഇത് കൊണ്ടുവെച്ച് എവിടെയാന്ന് പിന്നെ മറന്നു പോകും. പിന്നെ ഏതെങ്കിലും അവസരത്തിൽ തപ്പിയെടുത്തോണ്ട് വരുന്നത്. പ്രാർത്ഥിക്കാൻ പൂരിയ വലിയ കൊന്ത പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുത്തലോട്ട് അതിന് എങ്ങനെയെങ്കിലും മുറിയിലിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചേച്ചിട്ട് എന്തെങ്കിലും വേറെ തപ്പാൻ പോകും. പിന്നെ അത് മറന്നു പോകും എവിടെയാന്നുള്ള കാര്യം. പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് തപ്പിയെടുത്തോണ്ട് വരും. അമ്മ പോയി കിടക്കും. കഞ്ഞി കുടിച്ച് 8:30 കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് ഇല്ല ഇപ്പോഴത്തെയൊക്കെ അത് നിർത്തി. അതൊക്കെ നേരത്തെ മൂത്രം ഒഴിക്കാനൊക്കെ എണീക്കുമായിരുന്നു. ഇപ്പം ഇല്ല. ആ മൂത്രം ഒഴിക്കാൻ കിടക്കാൻ തന്നെ മുമ്പ് മൂത്രം ഒഴിക്കലുണ്ട്. അതിന് പിന്നെ രാവിലെ ഞാൻ എപ്പം കട്ടിലേ നേരിട്ട് പോയ ആളല്ല കുറെ കുഞ്ഞു പിള്ളേര് പോരിയല്ലേ നേരിട്ട് പോരും. അതിന് പിന്നെ കുറച്ചു നേരം നടന്നിട്ട് പിന്നെ പോയി കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാ. ഞാൻ പറയും ഇവാൻ ഒന്നിനും പോകണ്ട. മൃഗഡോക്ടറും അതിന്റെ അസിസ്റ്റന്റ് ഇല്ലേ അങ്ങനെ എന്തെങ്കിലും പണിക്ക് പോകുമായിരുന്നു. അതായിട്ട് അടിയിലേക്ക് അങ്ങ് ചേർന്നു. വേണ്ടുപോയ പിടിക്കണേ ചെന്നാലേ നിൽക്കുള്ളൂ. ഞങ്ങളെന്താ പിടിക്കില്ല. ചിലപ്പം വെളിച്ചുണ്ട്. ഗർഭിണിയായിരുന്ന സമയത്ത് ചില സമയത്ത് വെളിച്ചുണ്ടായിരുന്നു. അപ്പൊ വെളിച്ചേക്ക് ഞങ്ങൾ പിടിച്ചാൽ നിൽക്കില്ല. ഇവൻ ചെല്ലണം. ഞങ്ങൾ വിട്ടേക്കുള്ളൂ. അല്ലെ പിന്നെ ഇവൻ ചെല്ലണം. ഇവൻ ചെല്ലുമ്പോഴത്തേനും പോരും. ഇവന്റെ കൂടെ പോരും. ഇപ്പം എപ്പോഴും കന്നുകാലിക്കൂട്ടില്ല. എപ്പോഴും കുഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനെ ഇങ്ങനെ തലോടി തൂത്ത് വെച്ചിരിക്കുക.
കൂടുതൽ എല്ലാരും മൃഗസ്നേഹികളാണ്. ഇവിടെ രോമ മൃഗസ്നേഹിയാ. അത് ഏഞ്ചലിന് പേടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇവര് ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വീടില്ല. ഇല്ലേ ഏരിയയിലോട്ട് അടിക്കും. അവിടെ പൂച്ചയും പട്ടിയൊക്കെ ഇഷ്ടമാണ്. അവിടെ സ്റ്റെഫി സ്റ്റീവ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കിച്ചു നോക്കുമ്പോ ഒരു പ്രാവശ്യം നമുക്ക് വീട്ടില് പൂച്ച ഉണ്ടായിരുന്ന സമയത്ത് താഴെ ഞാൻ ജോർജ് തെളിക്കുന്നേലെ ജോർജ് ചേട്ടന്റെ അടുത്താണോ എവിടുത്തെയാണോ ഒരു പൂച്ച വന്നേ. അപ്പം പപ്പായൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴല്ലേ കഴിഞ്ഞ വർഷമാണോ അതിന് മുന്നത്തെ വർഷമാണോ അപ്പം വീട്ടിലൊരെണ്ണമുണ്ട് ഇനി ഇതിനെ കൂടെ കേരളാന്ന് പറഞ്ഞ് പപ്പ ഒരു ചരല് എടുത്തിട്ട് ഒരു ഏറ് കൊടുത്തു. അതിനൊക്കെ കൊണ്ടില്ല. അപ്പുവാണോ കിച്ചുവാണോ കരയാൻ തുടങ്ങി. അതിന് എറിഞ്ഞു എന്നും പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം എന്തിന്റെയൊന്നുമില്ല എല്ലാത്തിനും. ജോമോള് ഗോവയ്ക്കൊക്കെ ഇവിടെ അല്ലായിരുന്നു, അവിടെ അല്ലായിരുന്നല്ലോ, ഇവിടെ തന്നെയായിരുന്നു. ആ ശരിയാണല്ലോ, അവിടെയായിരുന്നു. ഒരു ദിവസം തന്നെ വ്യത്യാസം അവിടെ ഇങ്ങ് പോകുന്നത്. ഇങ്ങോട്ട് ഓടി വന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി പോന്നു. ഒരു ദിവസം അല്ല 1.5 ദിവസത്തോളം ഒന്നര ദിവസം നിന്ന് ഉച്ചയായപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. അതെ അവിടെ നിന്നെ അങ്ങ് ഉറങ്ങിയോ? ഒരു ദിവസം ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 8 മണിയാകുമ്പോ കഞ്ഞിയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും കഞ്ഞി കൊടുക്കും. വേണ്ടെന്നൊരു ഡയലോഗ് ഉള്ളതാ. എന്നിട്ട് കൊടുത്ത് സെറ്റാക്കി ആ മുറി കയറ്റി വെട്ടോ അടച്ച് പിന്നെ ഉറങ്ങിപ്പോയിക്കോളൂ. പിന്നെ നമ്മള് കയറി ചെല്ലുമ്പോ ഇങ്ങനെ ചാടി എന്നിട്ട് എവിടെയൊന്നും. അപ്പൊ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. എന്റെ അലമാരി അല്ല എന്റെ റൂമല്ല എന്നൊക്കെ പറഞ്ഞ് തപ്പി നടന്നിട്ട് അത് ഞാൻ ഓർമ്മ മറ്റേ LCH എടുത്തന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ വീട്ടിൽ നിന്നപ്പോ എന്റെ അലമാരി അല്ല ഇത്, എന്റെ മുറിയല്ല, എന്റെ പെട്ടിയില്ല, എന്റെ പെട്ടി കാണുന്നില്ല, ഇത് 3 വില കടിച്ചു അവിടെ എല്ലാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. കട്ടൻ ഇങ്ങനെ നോക്കുമ്പോ കട്ടൻ കാണും. അപ്പൊ പുള്ളി ഓർക്കണം പുള്ളിയുടെ മുറി തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഉറങ്ങിപ്പോയിക്കോളും. പിന്നെ രാവിലെ എഴുന്നേക്കുള്ളൂ. ആ യൂഷ്വൽ ടൈമിൽ എഴുന്നേക്കും. 5-5:30 മുക്കാലാകുമ്പോ എഴുന്നേക്കും. 5:30 എഴുന്നേക്കും അല്ലേ? ഞാനും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിട്ട് രാവിലെ എഴുന്നേറ്റപ്പോ അങ്ങനെയൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു ഒരു 7:30 ആകുമ്പോ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം. ഇവിടെ എങ്ങാനും താമസിച്ചാൽ അവിടെ ഓടി വരും. ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഭക്ഷണം. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മളെപ്പം കഴിക്കുന്നു ആ കൂടെ കഴിക്കാനാണ്. ഓരോ അവസ്ഥകളാണ്. അങ്ങോട്ട് പോയി കിടന്നോ. വൈകുന്നേരം എത്ര നേരം വേണമെങ്കിൽ രാവിലെ ഇപ്പോഴത്തെ പാരന്റിങ് കൊള്ളയിലാഞ്ഞിട്ടാ പിള്ളേരിങ്ങനെ വഷളാകുന്നതാണ് ഇപ്പോഴുള്ള എല്ലാവരുടെയും കണ്ടുപിടുത്തം. പാരന്റിങ് നമ്മളെല്ലാത്തിനും ഇങ്ങനെ ഫ്രീഡം കൊടുത്താണ് ഇതെല്ലാം പിള്ളേർ. ബുദ്ധിമുട്ടില്ലല്ലോ. ഇഷ്ടംപോലെ കാശുണ്ട്. അവരുടെ കഴിഞ്ഞ തലമുറയിലെ ആൾക്കാര് അവര് നല്ലോണം പാരന്റിങ് ചെയ്തതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ എന്തായിട്ട് നിൽക്കുന്നത്. അതായത് ബുദ്ധിമുട്ടും ഇതായിട്ടും ഇപ്പോഴത്തെ അങ്ങനെ പറയപ്പെടുന്നു. അത് ശരിയാ. എന്നാ ചോദിച്ചാലും കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരൊന്നും പണിയെടുക്കുന്നില്ല. ആർന്നവരെ ഇട്ട് നല്ലപോലെ ഇട്ട് കഷ്ടപ്പെടുത്തി ഉണ്ടാക്കുക. യൂറോപ്യൻ മോഡലിലെ പിള്ളേരെ 10-12 വയസ്സാകുമ്പോഴേ പണിയാൻ തുടങ്ങിയാലേ ഉള്ള കാര്യമുള്ളൂ. സ്വന്തമായിട്ട് പണിത് പഠിച്ചാൽ മാത്രമേ ഉള്ള കാര്യമുള്ളൂ. അധ്വാനത്തിന്റെ വില മനസ്സിലാവുള്ളൂ. യൂറോപ്യൻ കൺട്രീസിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടില് നമ്മൾ ചെറുതായിരുന്നപ്പം ചെറിയ രീതിയിലാണെങ്കിലും അപ്പനെ സഹായിച്ചല്ലേ വളർന്നു. അതേപോലെ ഇവരും ചെയ്തിരുന്നെങ്കിൽ ഇവർക്കും അതിന്റെ തൊഴിലിന്റെ പ്രാധാന്യവും പിന്നെ പൈസ എന്താ ബുദ്ധിമുട്ട് എന്നാന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടും ലഭ്യതയെ അവർക്ക് മനസ്സിലായാൽ ഉറക്കം വരുന്നുണ്ടോന്ന്? ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നാ നീ കിടന്നോ. അത്ര നേരം കുത്തിയിരുന്നല്ലേ? എന്നാ കുത്തി കിടന്നോ. ഞാൻ എട്ടേറ്റും പോയതാ. ആണോ? എല്ലാം പിരിച്ചിട്ടിട്ട് പോയതല്ലേ? പോയിട്ട് എല്ലാം കുറച്ച് കൂട്ടിയിട്ട്. കുഴഞ്ഞിട്ടൊന്നുമില്ല. അതവിടെ തന്നെയാണ് കിടക്കുന്നത്. ഗ്യാസിനുള്ള മരുന്നാ കഴിച്ചോ. ഗ്യാസ് പോട്ടെ. കിണറ്റിങ്ങനെ വില്ലിച്ചേട്ടൻ പറഞ്ഞാണ് എന്റെ വണ്ടി ഫ്ലൈറ്റ് മോഡിലേ പോകുള്ളൂ. പുറകോട്ടെന്ന് പറഞ്ഞിട്ട് പരിപാടി ഫ്ലൈറ്റ് പോകുന്ന പോലെ മുന്നോട്ട് മാത്രമേ ഉള്ളൂ. പുറകോട്ടൊന്നും തീരുന്ന പരിപാടി. എന്തേ പൊക്കോട്ടെ. ഉറക്കം പോയോ? ഉറക്കക്കാരി എന്തി? ഉറക്കം പോയില്ലേ? എന്നാ ആയിക്കോട്ടെ.
ബൈ. നമ്മള് പോവാ. നമ്മ കയറിക്കോ, അകത്തേക്ക് കയറിക്കോ, കയറിപ്പോയിക്കോ. ഗുഡ് നൈറ്റ്. പോണ്ടെന്ന് പറ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ അവർക്ക് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.